ഞാൻ ജനിച്ചു വളർന്നത് മണാശ്ശേരി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. കോഴിക്കോട് ഉള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഇവിടെ സാധാരണ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് ഞാൻ വന്നത്. അപ്പം മണാശ്ശേരിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെമി നാട്ടുപുറമാണ്. ചില സ്ഥലങ്ങളിൽ വലിയ മലകളുണ്ട്. അപ്പം നമ്മളുടെ ചെറുപ്പകാലത്തെ പ്രധാന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ അമ്മ ഒരു ബയോളജി ടീച്ചറായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ മേടിച്ചു തരുമായിരുന്നു. ഓക്കെ. അപ്പം എൻ്റെ മൂത്ത ചേട്ടനാണെങ്കിലും വളരെ ഡോക്ടർ അനിൽ സക്കരെ എന്ന് പറഞ്ഞാൽ വളരെ കീനായിട്ട് പുള്ളി തവളകളിലൊക്കെ ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഒരുപാട് പബ്ലിക്കേഷനൊക്കെ ഉണ്ട്. വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവിടെയുള്ള അന്തരീക്ഷം നമ്മൾ കൃത്യമായിട്ട് ഒരു ശാസ്ത്ര ഇതുള്ള പുസ്തകം മേടിച്ചിരുന്നതിന് അമ്മയ്ക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. എല്ലാ വിധത്തിലുള്ള അന്നത്തെ യുറീക്ക മുതൽ ശാസ്ത്രകേരളം മുതൽ അങ്ങനെ വേറെ ഒരുപാട് ഇതുള്ള മുതലുള്ള എല്ലാ പുസ്തകങ്ങളും മേടിച്ചു തരുമായിരുന്നു. അത് ഇംഗ്ലീഷായാലും മലയാളമായാലും. അപ്പോൾ അതൊരു ഒരു ഒരു വീട്ടിലങ്ങനെ ഒരു 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 സാഹചര്യം ഉണ്ടായിരുന്നു. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം പലപ്പോഴും നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ചർച്ചകൾ നീളുക അതിൻ്റെ മുകളിലായിരുന്നു. പിന്നെ പ്രധാനം അന്ന് ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ബേർഡ് വാച്ചിങ് ആയിരുന്നു. അപ്പോൾ ചെറിയൊരു ബൈനോക്കുലേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കും. അപ്പം രാവിലെ പല പല ബേർഡ്സിനെ കാണും. അതൊക്കെ എഴുതി വെക്കും. പിന്നുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ പിടിക്കുക എന്നുള്ളതായിരുന്നു. കാരണം പല സ്ഥലങ്ങളിലും പാമ്പ് വരും. അപ്പം നമുക്ക് പാമ്പിനെ പിടിക്കാൻ പേടിയില്ല. നമുക്ക് ഏകദേശം ടെക്നിക്കൊക്കെ നമ്മൾ വായിച്ച് പഠിച്ചിട്ടുമുണ്ട്. അങ്ങനെ സ്നേക്സിനെ പിടിക്കാൻ ആൾക്കാർ വീട്ടിലൊക്കെ കയറുമ്പോൾ നമ്മൾ വിളിക്കും. അപ്പോൾ നമ്മൾ പോയി പിടിക്കും. അത് വ്യാപകമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോളേജ് കാലത്താണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടും നമുക്കൊരു താല്പര്യം. നമുക്ക് അല്ലാണ്ട് ആ സമയത്ത് നമുക്ക് കടുവയും ആനയിടൊന്നും എടുത്ത് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നേച്ചർ ക്യാമ്പൊക്കെ ഉണ്ടാകും. അതിനൊക്കെ നമ്മൾ പോകും. പരിശുദ്ധമായിട്ടുള്ള ബന്ധം അതൊരു വലിയൊരു ഇതാണ്. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ ഒരു എസ്പെഷ്യലി ബയോളജിയുടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. DNA കണ്ടുപിടിക്കപ്പെടുന്നു. ബയോടെക്നോളജി എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ടാകുന്നു. അങ്ങനെ രസകരമായിട്ട് ഇപ്പം നമ്മൾ അന്ന് മറ്റേ പരിഷത്തിൻ്റെ ഇതിലൊക്കെ നമ്മളൊരു മാത്സിനൊക്കെ നമ്മൾ ഒരു മാത്സിന് വേണ്ടിയിട്ട് ഉക്കാളി എന്നാണ്. അതാണ് മുകളിൽ തക്കാളിയും താഴെ ഉരുളക്കിഴങ്ങും ഉരുള. അങ്ങനെ ബയോടെക്നോളജി വന്നിട്ടുള്ളൂ. നമ്മൾ ഇമാജിനേഷനിൽ അന്നൊന്നും ആയിട്ടുമില്ല കേട്ടോ. പക്ഷേ അതൊരു രസകരമായ സംഭവമായിരുന്നു. അപ്പം ഈ ഒറ്റപ്പെടലും ഈ ബുക്കുകളും നിങ്ങളുടെ ഇമാജിനേഷനും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും നിങ്ങളെ ഭയങ്കരമായിട്ട് അപ്പം ബയോളജി വൈൽഡ് ലൈഫിലേക്ക് പോകുക എന്നുള്ളതാണ്. ഈ സമയത്താണ് ഈ ജെയിംസ് എലിയട്ടിൻ്റെ ബുക്കൊക്കെ വായിക്കുന്നത്. ഓക്കെ. ജെയിംസ് എലിയട്ടിൻ്റെ ബുക്ക് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഒരു സീരീസിലൊക്കെ ഒരുപാട് ബുക്കുണ്ട്. അയാളൊരു വെറ്റനറിയൻ ആയിരുന്നു സ്കോട്ട്ലൻഡിൽ. അപ്പോൾ അയാളുടെ വെറ്റനറി അനുഭവങ്ങൾ വെച്ചിട്ട് ഭയങ്കര സരസമായിട്ട് ഇത് വെച്ചിട്ടുള്ള അയാളുടെ പുസ്തകങ്ങൾ. പിന്നെ ചില വൈൽഡ് ലൈഫ് സ്റ്റോറീസിൻ്റെ പുസ്തകങ്ങളൊക്കെ. അപ്പം അത് വളരെ ഇൻട്രസ്റ്റഡായി. അപ്പോൾ വൈൽഡ് ലൈഫാണ് നമ്മുടെ ഫീൽഡ് എന്നുള്ളത്. അപ്പോൾ അന്ന് ഈ വൈൽഡ് ലൈഫിനെ കുറിച്ചൊന്നും അന്ന് സയൻസും അത്ര ഇതായിട്ടില്ല കേട്ടോ. അപ്പോൾ ധാരണയില്ല. അപ്പം അന്ന് പ്രധാനമായിട്ടും എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു സുവോളജി എടുക്കുക, ഒരു BSc സുവോളജി എടുക്കുക, MSc കഴിഞ്ഞിട്ട് PhD ചെയ്യാം. അതും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ PhD ചെയ്യാം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതായിരുന്നു നമ്മളെ ഒരു പാഷൻ, നമ്മളെ ലൈൻ ഓഫ് തിങ്കിങ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുക, കാട്ടിൽ കയറണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായ ആഗ്രഹം. അന്നൊന്നും ഇങ്ങനെ തിരിച്ചറിവ് വന്നിട്ടില്ല. കാട്ടിൽ കയറുക. പിന്നുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്ന് ഫോറസ്ട്രി ഒന്നും വന്നിട്ടില്ല. ഡയറക്റ്റായിട്ട് സെലക്ഷൻ നടക്കുന്ന സമയമാണ്. സെലക്ഷൻ ചെയ്തിട്ട് നിങ്ങൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആവുക, അങ്ങനെ എന്തെങ്കിലും ആവുക. പക്ഷേ എനിക്ക് താല്പര്യമില്ല. കാരണം അത് കൂടുതൽ മാനേജ്മെൻ്റ് ആയിരുന്നു. മാനേജ്മെൻറ്റ് ലെവലിലേക്കായിട്ട് കൂടുതൽ എനിക്ക് താല്പര്യപ്പെടുന്ന റിസർച്ചും ഇത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് SLC കഴിഞ്ഞു. ഞാൻ പ്രീ ഡിഗ്രി ചെയ്തത് സെൻറ്റ് ജോസഫ് ദേവഗിരിയിലാണ്. അത് ആ സമയത്ത് ഞാൻ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരിയിൽ. ഒത്തിരി പുസ്തകങ്ങളുണ്ടായിരുന്നു ലൈബ്രറിയിൽ. മാത്രമല്ല പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്നു. ഞാൻ ശരിക്ക് എൻജോയ് ചെയ്തിട്ട് പഠിച്ചൊരു കാലഘട്ടമാണ് സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരിയിൽ. പുസ്തകങ്ങൾ, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ, നല്ല അധ്യാപകർ, ക്ലാസ്സുകൾ. അങ്ങനെ ഞാൻ നല്ല മാർക്കോടെ പ്രീ ഡിഗ്രി പാസ്സായി. അപ്പം ഈ സമയത്ത് തന്നെയാണ് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബിസിനസ് പീപ്പിളൊന്നുമല്ല. നമുക്ക് നമ്മുടേതായ ജോലി കണ്ടെത്തിയേ പറ്റും. നമ്മളുടെ സസ്റ്റൈനൻസ് ജോലി കണ്ടെത്തിയേ പറ്റും. എൻട്രൻസ് എഴുതണം എന്നുള്ള ഒരു തീരുമാനം വീട്ടിൽ നിന്ന് വന്നു. അപ്പം എനിക്ക് മെഡിസിന് പോകാൻ താല്പര്യമില്ല. മാത്രമല്ല എൻ്റെ അമ്മ ഒരു ഇത് വെച്ചു. മമ്മി പറഞ്ഞു, ഇത് നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്നെ TTCക്ക് വിടുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് TTCക്ക് എനിക്ക് പോകണ്ട, എനിക്ക് പോകാൻ ആഗ്രഹമുള്ളത്. പിന്നെയുള്ളൊരു എനിക്കൊരു ചോയ്സ് എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. അപ്പം ആ സമയത്ത് ഈ 2 വർഷം കൊണ്ട്
പ്രീ ഡിഗ്രി അല്ല മറ്റേ എൻട്രൻസ് ഒക്കെ ഒന്ന് രീതി പഠിച്ചു. അന്നൊന്നും അങ്ങനെ വലിയ ഇതൊന്നുമില്ല കേട്ടോ, ഈ എന്താ പറയുക സെൻറ്റേഴ്സുകളൊന്നുമില്ല. നമ്മൾ വീട്ടിലിരുന്ന് വായിക്കുന്നു, പഠിക്കുന്നു, അങ്ങനെ എഴുതി ഒരു നല്ല റാങ്കോടെ എനിക്ക് വെറ്റിനറി കിട്ടി. വെറ്റിനറി അല്ല, എനിക്ക് BDS മുകളിലും കിട്ടി. പക്ഷേ അപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത ബ്രദർ, പുള്ളിക്ക് 5 വയസ്സ് തന്നെ മൂപ്പുണ്ട്, മൂപ്പര് വെറ്റിനറി കയറിയിട്ടുണ്ട്, അവിടെയുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, എടാ അത് നീ വെറ്റിനറിക്ക് തന്നെ വാ. അപ്പോൾ എനിക്കും താല്പര്യം വെറ്റിനറിയാണ്. അപ്പോൾ എനിക്കൊരു ഐഡിയ വന്നു. അപ്പോൾ ഞാനൊരു പുസ്തകം വായിച്ചാൽ ഇത് ഒരു പോസിബിലിറ്റി ഉണ്ട് വൈൽഡ് ലൈഫിലേക്ക് വെറ്റിനറി വഴി കയറാൻ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2 പോസ്റ്റ് ഉണ്ട് വെറ്റിനറിൻ്റെ. ഓക്കെ, ഒന്ന് അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ, ഞാൻ അതിനകത്തേക്ക് വരാം. മുത്തങ്ങ, അതായത് വയനാട്ടിലെ മുത്തങ്ങ, പിന്നെ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ കോന്നി എന്നുള്ള കുറേ കാലം മുതലുള്ള പോസ്റ്റുണ്ട്, ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള പോസ്റ്റാണ്. ഞാൻ അതിനകത്തേക്ക് വരാം. അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ വെറ്റിനറി കോളേജിൽ ജോയിൻ ചെയ്തു. ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മൾ വെറ്റിനറി കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ ആ പ്രതീക്ഷ മൊത്തം തകരുന്നൊരു സിറ്റുവേഷനിലേക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ വെറ്റിനറി പ്രൊഫഷൻ ഫണ്ടമെൻ്റലി, ആദ്യത്തെ വെറ്റിനറി സ്കൂൾ തൊട്ട് ഫണ്ടമെൻ്റലി നോക്കുന്നത് ഡൊമസ്റ്റിക് ആനിമൽസിനെ. ഓക്കെ, ആദ്യം കുതിര, അന്നത്തെ കാലത്ത് കുതിരയ്ക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി വെറ്റിനറി പ്രൊഫഷൻ ഉണ്ടാകുന്നത്, ഫസ്റ്റ് വെറ്റിനറി കോളേജൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പശു, ആട്, പ്രൊട്ടക്ഷൻ ആനിമൽസും, പിന്നെ പെറ്റ് ആനിമൽ പ്രാക്ടീസ്. പെറ്റ് ആനിമൽ എന്ന് പറഞ്ഞാൽ ഡോഗ്, പട്ടി, പൂച്ച, ഇങ്ങനത്തെ ആനിമൽസ്. ഇതിനെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്ന അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ദെൻ മെഡിസിൻ, സർജറി എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഡൊമസ്റ്റിക് ആനിമൽസ്. ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറഞ്ഞ സാധനത്തിനാണ്. അപ്പോൾ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മൃഗത്തിൻ്റെ പ്രജനനം കൺട്രോൾ ചെയ്യുന്നതോടെയാണ് നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞ ഇത് നമ്മൾ തുടങ്ങുന്നത്. ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസൊക്കെ ഉണ്ട് റഷ്യയിൽ. എങ്ങനെ ഇത് തുടങ്ങി എന്നുള്ളൊരു വലിയ ഇതായിരുന്നു. എന്തുകൊണ്ട് നമുക്ക് പലതരം പട്ടികളുണ്ട്. ബുൾമാസ്റ്റിഫ് പോലുള്ള ഡോഗ്സ് ഉണ്ട്, ഷിവാവ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പട്ടിയുണ്ട്. ഓക്കെ, ടിബറ്റൻ മാസ്റ്റിഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സിംഹത്തിനെ പോലെയുള്ള പട്ടിയുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള അങ്ങനെ ഒരു ഡൊമസ്റ്റിക്കേഷൻ്റെ ഇതിനെ നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ സെലക്ഷനാണ്. ഡാർവിൻ നല്ല ഭംഗിയായിട്ട് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഡൊമസ്റ്റിക്കേഷൻ്റെ. അതുകൊണ്ട് ഒരു സ്റ്റോറി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ റഷ്യയിലെ ഫോഗോട്ട സയൻറ്റിസ്റ്റിനെയും പുള്ളിയാണ് ഇതിൻ്റെ എങ്ങനെയാണ് ഈ ഡൊമസ്റ്റിക്കേഷൻ മെക്കാനിസം ഫിസിയോളജി നടപ്പിലാക്കുന്ന പറയാൻ വേണ്ടിയിട്ട് പുള്ളി നമ്മളെ സൈബീരിയയുടെ ഡീപ്പ് ഇൻസൈഡിൽ അവിടെ ഒരു കുറുക്കനുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് ഒത്തുവരെ അടുക്കാത്ത ഒരു കുറുക്കൻ. ഓക്കെ, പുള്ളി അതിനെ വലിയൊരു 20 വർഷത്തോളം നീണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു കേട്ടോ. അതും സൈബീരിയ പോലുള്ള നമുക്ക് മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത്. അങ്ങനെ പുള്ളിയുടെ റിസർച്ച് പുള്ളിയുടെ സ്റ്റുഡൻറ്റും ഉണ്ട്, PhD സ്റ്റുഡൻറ്റും ഉണ്ട്. അവരതിൻ്റെ ലൈഫ് അവർക്ക് ജീവിതം അതിന് വേണ്ടിയിട്ട് കളയായിരുന്നു. ഇതിനെ ഇവർ കൂട്ടിലിട്ട് വളർത്താൻ തുടങ്ങി. അപ്പം ഇത് ഒരിക്കലും മനുഷ്യനെ കണ്ടിട്ടില്ല. കൈയിട്ട് കഴിഞ്ഞാൽ കടിക്കാൻ നോക്കും. ഒരു കുറേശ്ശെ ഭക്ഷണം കൊടുത്തു. ചില ആനിമൽസ് കുറച്ച് കഴിഞ്ഞാൽ കൈയിട്ട് കഴിഞ്ഞാൽ കടിക്കാണ്ടായി, ചിലത് കഴിച്ചുകൊണ്ടിരിക്കും. അവരതിനെല്ലാം തുറന്നു വിട്ടു. ഈ മൃഗങ്ങളെ പ്രജനനം നടത്തി അടുത്ത ഇതുണ്ടാക്കി. അതിന് വീണ്ടും അതിനെ നോക്കും. അതിലും ചിലത് കടിക്കുന്നുണ്ട്, അതിനെ മാറ്റും. വീണ്ടും 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 ഈ ഇത് എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ ഇതായിട്ട് അവർ ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ഈ മൃഗങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യനുമായിട്ട് ഇണങ്ങി എന്ന് പറഞ്ഞാൽ പോരാ, ഡൊമസ്റ്റിക്കേറ്റഡായി. ഇണങ്ങിൽ നമ്മൾ ഇംഗ്ലീഷ് ടൈം എന്ന് പറയും, മറ്റേത് ഡൊമസ്റ്റിക്കേഷനാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ഈ ലെവലിലേക്ക് വന്നു. അതിനെക്കാട്ടും പ്രധാനമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് അതിൻ്റെ ഹോർമോണൊക്കെ മാറി. അതിനെക്കാട്ടും പ്രധാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപം തന്നെ മാറാൻ തുടങ്ങി. ഈ കൂർത്ത മൂക്കുള്ള കുറുക്കൻ പരന്ന മൂക്കുള്ള കുറുക്കനായിട്ട് മാറാൻ തുടങ്ങി. ഈ പ്രജനനം കൊണ്ട് മാത്രം. അതൊരിക്കലും ആ രൂപം നോക്കിയിട്ടല്ല അവർ ചെയ്തത്. ഇവരിത് മാത്രമേ ചെയ്തുള്ളൂ, ഈ സ്വഭാവം മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, ആ രൂപത്തിൻ്റെ മുകളിൽ തിരഞ്ഞെടുത്തിട്ട് അതിനെ കൃത്രിമ പ്രജനനം നടത്തുന്ന അല്ല ആർട്ടിഫിഷ്യൽ സെലക്ഷൻ നടത്തല്ല അവർ ചെയ്തിരിക്കുന്നത്. ഈ സ്വഭാവം മാത്രം, അതായത് ടൈംനെസ്, അതായത് ഡൊമസ്റ്റിക്കേഷൻ. അതിപ്പം മൊത്തം ആനിമലിൻ്റെ രൂപം മാറാൻ. ഇതാണ് ഡൊമസ്റ്റിക്കേഷൻ. ഇതാണ് വെറ്റിനറിയിൽ നടന്ന്. വെറ്റിനറി എന്ന് പറഞ്ഞാൽ കൃത്യം ഫോക്കസ് ചെയ്യുന്നത്. അതൊരു നമുക്കൊരു ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നും. നമ്മൾ വൈൽഡ് ലൈഫിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. മാത്രമല്ല ഞങ്ങൾക്ക് വൈൽഡ് ലൈഫ് കോഴ്സും ഇല്ല. ആകെ ഒരു ക്രെഡിറ്റ് കോഴ്സ് എന്ന് പറയും. ഒരു ക്രെഡിറ്റ് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് മാത്രം. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം വളരെ നമ്മൾ ഇതായി. അപ്പം നമ്മൾ നോക്കുമ്പോൾ വൈൽഡ് ലൈഫ് കേസുകളുമില്ല. പിന്നെ അന്ന് ചീരൻ സാർ ഉണ്ടായിരുന്നു, ജേക്കബ് വി ചീരൻ സാർ, നമ്മൾ മായക്കൊടി വെക്കുന്നത്. അന്ന് അതിൽ വെറ്റിനറി കോളേജ് വളരെ പ്രഗത്ഭം ഉണ്ടായിരുന്നു. ജേക്കബ് വി ചീരൻ സാറും പണിക്കർ സാറും കൈമൾ സാർ എന്ന് പറഞ്ഞാൽ 3 ത്രയങ്ങളാണ് അന്ന് ഡൊമസ്റ്റിക് ആനിമലിൻ്റെ മുകളിൽ, അല്ല എലഫൻസിൻ്റെ മുകളിൽ, ക്യാപ്റ്റീവ് എലഫൻസിന് മുകളിൽ
ലെപ്റ്റി എലിഫൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടാനകളുടെ മുകളിൽ മയക്കൊടി വെക്കുന്ന ആൾക്കാർ. അപ്പോൾ അതൊരു ഒരു ഒരു ഇതാണ്. അപ്പോൾ അവർ വളരെ ഇതായിട്ട് ചെയ്തതാണ്. അവർ നിക്കോട്ടിൻ എക്സ്ട്രാക്റ്റ്, അതായത് പുകയിലയുടെ ഇതെന്നൊക്കെയാണ് അവർ ആദ്യം, അത് അന്ന് മരുന്നൊന്നുമില്ല. അപ്പോൾ അന്ന് ഇന്ന് പോലുള്ള വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉപയോഗിക്കുന്ന കോക്ടെയിൽ എന്ന് പറയും, പല കോമ്പിനേഷൻ ഉണ്ട്. അതായത് മറ്റേ അനസ്തെറ്റിക് ഡ്രഗ് ഉണ്ട്, മസിൽ റിലാക്സൻസ് ഉണ്ട്, ദെൻ അനാൾജസിക് ഉണ്ട്, അതായത് മയക്കാനുള്ള മരുന്നുണ്ട്, മസിൽ കുഴയാനുള്ള മരുന്നുണ്ട്, ദെൻ പിന്നെ വേദന സംഹാരികളുണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ഈ മയക്കുവെടി വെക്കുക. അന്ന് അങ്ങനത്തെ മരുന്നുകളൊന്നുമില്ല. അവരന്ന് ഉപയോഗിച്ചിരുന്നതും ഞാൻ പറഞ്ഞത് ഈ പുകയില എന്നുള്ള അത് അന്ന് കാലത്ത് കേട്ടോ, ഇന്നത്തെ കാലത്ത് ലോകം മൊത്തം ഉപയോഗിക്കുന്നത്. അന്ന് ഇങ്ങനെ ഇതൊന്നും വലിയ ഇതുമായിട്ടില്ല, അതായത് മയക്കുവെടിയൊന്നും വലിയ ഇതുമായിട്ടില്ല. ആ സമയത്താണ് ഇവർ നാട്ടാനയ്ക്ക്, അന്ന് നമ്മുടെ നാട്ടാന വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ്, അന്ന് നാട്ടാനയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇവർ തുടങ്ങുന്നത്. അപ്പോൾ അതൊരു പ്രചോദനമാണ്. പിന്നെ ജേക്കബ് ചീരൻ സാറായിരുന്നു അന്ന് തൃശ്ശൂർ സൂ നോക്കിയിരുന്നത്. അപ്പം പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട്. സാറ് പറയും, എടാ വാ, നീ വരുന്നേ വാ, വൈകുന്നേരം നമുക്ക് ഒരു ലയൻ്റെ മൊബിലൈസേഷൻ ഉണ്ട്, അല്ലെ മയക്കാടുണ്ട്, നീ വരൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലും. അപ്പോൾ നമ്മളിത് കാണാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനപ്പുറത്തേക്കുള്ള ഒരു വൈൽഡ് ലൈഫ് ഇത് നമുക്കവിടെ കിട്ടുന്നില്ല. അതേസമയത്ത് ജോർജ് സാറുണ്ട്, പുള്ളി സർജറിയിൽ വളരെ ഇതായിരുന്നു. ജോർജ് സാർ പലപ്പോഴും തൃശ്ശൂർ സൂവിൽ പോയിട്ട് സർജറി ഹെഡായിരുന്നു പുള്ളി, വളരെ ഭയങ്കര പ്രഗത്ഭനായ മനുഷ്യൻ, മരിച്ചുപോയി. തൃശ്ശൂർ സൂവിൽ പല കേസുകൾ വരുമ്പോൾ സർജറി വിളിക്കും, പലപ്പോഴും എന്നെ വിളിക്കും. എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നാലും എന്നെ എന്തോ ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. അങ്ങനെ പലപ്പോഴും അതിന് പോയിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ഇതിൻ്റെ ഒരു തിരിച്ചറിവില്ല. ആ സമയത്താണ് ഞാനൊരു ബുക്ക് കാണുന്നത്, മുറേ ഫൗളറിൻ്റെ ഒരു ബുക്കുണ്ട്, സൂ ആൻഡ് വൈൽഡ് ലൈഫ് മെഡിസിൻ. ദാറ്റ്സ് എ ബൈബിൾ ആക്ച്വലി. അത് ആ സമയത്ത് വെറ്ററിനറി കോളേജ് നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. നല്ലൊരു ലൈബ്രറി എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ ആ ബുക്ക്. ഫസ്റ്റ് എഡിഷൻ ബുക്കാണത്, ഒരു ചുവന്ന കവറുള്ള ബുക്ക്. അത് ഞാനവിടെ കണ്ടിട്ടാണ്. അതാണ് സൂ ആൻഡ് വൈൽഡ് ലൈഫ് മെഡിസിനാണ് കംപ്ലീറ്റ് ഇത്. പുള്ളി ഫാദറാണ് സൂ ആൻഡ് വൈൽഡ് ലൈഫ് മെഡിസിൻ. അത് ആരാധിക്കുന്ന ഒരു മനുഷ്യൻ. അത് ഞാൻ അതിൻ്റെ പറയുകയാണെങ്കിൽ, ഒരിക്കലും ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് റോയൽ വെറ്ററിനറി കോളേജ് ലണ്ടനിലാണ്, വൈൽഡ് ലൈഫ് മെഡിസിനിലാണ് ചെയ്തത്. അപ്പം PG ആ സമയത്ത് ഞങ്ങൾ വൈൽഡ് ലൈഫ് മെഡിസിനാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം വെയിൻ ബോട്ട്മാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കോഴ്സ് കോർഡിനേറ്റർ ഉണ്ട്. ഒരു ദിവസം അങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഹൈലി എലൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, ഞങ്ങളാകെ 22 പേരേ ഉള്ളൂ, അതിൽ ആകെയുള്ളൊരു ഇന്ത്യക്കാരൻ ഞാൻ മാത്രമേ ഉള്ളൂ, കറമ്പനും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം പുള്ളി പറഞ്ഞു, എല്ലാവരും നാളെ ഫോമൽ വേണം, സ്യൂട്ട് വേണം, നാളെ ഒരു പ്രത്യേകിച്ച് ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാം ഫോമൽസൊക്കെ ആക്കി ചെന്നു. വെയിൻ പോഡിയത്തിൽ കയറി, ഇങ്ങനെ ഒരു ആംഫി തിയേറ്റർ പോലെ നിൽക്കുന്ന ഒരു ഇതാണ്. പോഡിയത്തിൽ കയറി പറഞ്ഞു, നിങ്ങളാരും ദൈവത്തെ കണ്ടിട്ട് ചോദിച്ചു, ഹാവ് യു സീൻ ഗോഡ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാം പറഞ്ഞു, ഇല്ല, ടുഡേ യു ആർ ഗോയിങ് ടു സീ എ ഗോഡ്. എന്നിട്ട് പുള്ളി പറഞ്ഞു, മുറേ ഫൗളർ. അപ്പോൾ ഒരു മനുഷ്യൻ എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഓറയുള്ള മനുഷ്യൻ പുള്ളി കയറി വന്ന് ഈ മുറേ ഫൗളർ അന്നത്തെ ബുക്ക് എഴുതി. അതിനുശേഷം അദ്ദേഹത്തിന് ഒരുപാട് എഡിഷൻ ബുക്ക് വന്നിട്ടുണ്ട്, പല ഇതിലും വന്നിട്ടുണ്ട്. ഈസ് ദ ഫാദർ ഓഫ് വൈൽഡ് ലൈഫ് മെഡിസിൻ. പിന്നീട് ഭാഗ്യം എനിക്കുണ്ടായത്, ഞാൻ അദ്ദേഹത്തിനോട് ഒരാഴ്ച താമസിക്കാൻ പറ്റി. അതും വളരെ ആക്സിഡൻ്റ് ആയില്ല. ഞാൻ ഒരു ഹെർപ്പീസ് എന്ന് പറഞ്ഞ വൈറസിന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കോൺഫറൻസ്, ഇൻ്റർനാഷണൽ എലഫൻറ്റ് ഫൗണ്ടേഷൻ്റെ ഒരു കോൺഫറൻസ് തായ്ലൻഡിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷനും അവർ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അയച്ചു തന്നു, പറഞ്ഞു പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളൊരു ഒരു ഒരു ഹൈ ഇതിൽ നിൽക്കുന്ന സമയമാണ് ഈ വൈറസിൻ്റെയൊക്കെ. അത് ഞാൻ കഥ പറയാം. അങ്ങനെ ഞാൻ തായ്ലൻഡിൽ ഇറങ്ങി, ഈ കോൺഫറൻസ് കഴിഞ്ഞ അന്നാണ് തായ്ലൻഡിൽ നടക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എയർപോർട്ടെല്ലാം അടച്ചു കംപ്ലീറ്റ്, ആൾക്കാരെല്ലാം പുറത്ത്. ഞങ്ങൾ മെറിയറ്റ് ഹോട്ടലിൽ, ഇദ്ദേഹമായിരുന്നു എൻ്റെ റൂംമേറ്റ് ഒരാഴ്ച. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ആസ്വദിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. ഒരു അപ്പൂപ്പൻ താടി പോലുള്ളൊരു മനുഷ്യൻ. അന്നത്തെ അദ്ദേഹം എമിറേറ്റസായി, കൊളംബിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു, എമിറേറ്റസായി. കാരണം അറിവിൻ്റെ, ഞാൻ പറഞ്ഞ ഒരു ശാസ്ത്രം കണ്ടുപിടിച്ചു എന്ന് ഞാൻ പറയാൻ പറ്റും എനിക്ക്. അദ്ദേഹത്തിനോട് എനിക്ക് ഒരാഴ്ച നിൽക്കാൻ പറ്റിയത്, മരിച്ചുപോയി കേട്ടോ, കുറച്ച് അധികം കഴിയുന്നതിന് മുന്നേ മരിച്ചുപോയി, നല്ല പ്രായം ഉണ്ടായിരുന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. വെറ്ററിനറി കോളേജ് അങ്ങനത്തെ ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിൽ ഈ സൂ ആൻഡ് വൈൽഡ് ലൈഫ് മെഡിസിൻ
ഞാൻ സത്യം പറഞ്ഞാൽ 5 വർഷം ആ ബുക്ക് ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ ഓരോ തവണ ഞാനത് റിന്യൂ ചെയ്ത് എൻ്റെ കയ്യിലിരിക്കുക. ലിറ്ററലി ഞാനതിനകത്ത് എൻ്റെ മൈൻഡിൽ അത് കയറി. വലിയൊരു ബുക്കാണ്, എത്ര പോകുന്നൊരു ബുക്കാണ്. എല്ലാ സ്പീഷീസ്, എല്ലാ ഇതിനെക്കുറിച്ചുമുണ്ട്. റെപ്റ്റൈൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, മാമൽസിൽ പല ഗ്രൂപ്പിനുണ്ട്, ഓരോന്നിൻ്റെ. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സൂ ബേസ്ഡ് ആനിമലാണ്, റിപ്പോർട്ടുകളാണ്. അന്ന് ഫ്രീ റേഞ്ചിങ്, അതായത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് 2 ബ്രാഞ്ച് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. എനിക്കറിയാം, ഞാൻ കാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പ്രധാനമായിട്ടും അന്ന് ഡീൽ ചെയ്തിരിക്കുന്നത്, അതായത് സൂ, മൃഗശാലയിലെ, ഓക്കെ. അപ്പോൾ ഈ പറയുന്ന ഈ മൃഗശാലയിലെ മൃഗങ്ങളുടെ ചികിത്സയും അതിൻ്റെ അസുഖങ്ങളും അതിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞാൽ എപ്പം വരെ ഇളക്കണം, എന്ത് ചെയ്യണം, എത്ര മരുന്ന്, എത്ര ഡോസ് വേണം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയത്ത് വേറൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ഇതിൻ്റെ കൂടെ വളരുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഫ്രീ റേഞ്ചിങ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ. അത് പറഞ്ഞാൽ നിങ്ങൾ കാട്ടിലെ മൃഗങ്ങളെയാണ് നിങ്ങൾ നോക്കുന്നത്. ഈ സുവോളജിക്കൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഈ മൃഗശാലയിലെ ഈ ആനിമലിൻ്റെ ചികിത്സാ പരിപാലനം എന്ന് പറയുന്നത് ഒരുവിധം എളുപ്പമുള്ള പണിയാണ്. എളുപ്പമുള്ള പണിയെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു മൃഗമുണ്ട്, ഒരു കടുവയുണ്ട് വെച്ചോ, ഒരു സൂര്യം. അതിൻ്റെ എല്ലാ റെക്കോർഡുകളും നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ വെയിറ്റ് എത്ര, നിങ്ങളതിൻ്റെ വെയിറ്റ് എടുക്കുന്നുണ്ട്, അതിനെന്തൊക്കെ അസുഖമുണ്ട്, അതിൻ്റെ രക്തത്തിൻ്റെ ബ്ലഡ് പിക്ചർ എന്താണ്, ഓക്കെ, അത് ബ്ലഡ് കെമിസ്ട്രി എന്താണ്, അതിൻ്റെ പല്ലിൻ്റെ എന്തൊക്കെ ഡിഫക്റ്റ് ഉണ്ട്, എന്തൊക്കെ രോഗങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾ എത്ര ഫുഡ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് തീറ്റ കൺട്രോൾ ചെയ്യാം, അതിനെ നിങ്ങൾക്ക് വിര ഇളക്കാം, നിങ്ങൾക്ക് അതിന് എയർ കണ്ടീഷൻ വെക്കാം. പൊതുവേ അതിൻ്റെ എല്ലാ ചുറ്റുപാടിനെയും നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതാണ് സുവോളജിക്കൽ മെഡിസിനിൽ നടക്കുന്നത്. അതായത് പ്രകൃതിയും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഓക്കെ. നിങ്ങളതിൻ്റെ ആവാസ വ്യവസ്ഥ നിങ്ങളെ കയ്യിലാക്കിയിട്ടാണ് നിങ്ങളത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമുമായിട്ട് വലിയ വ്യത്യാസമല്ല. ഇതൊരു ഡൊമസ്റ്റിക് ആനിമൽ അല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ കെമിക്കൽ ഇമ്മൊബിലൈസേഷനൊക്കെ മായിക്കൂടിയൊക്കെ കണ്ടുവരും, കാരണം പിടിക്കണേ വേറെ നിവൃത്തിയില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത തന്നെ അതിൻ്റെ അവിടുത്തെ ആവാസ വ്യവസ്ഥയെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഓക്കെ. പക്ഷേ ഈ പറയുന്ന ഫ്രീ റേഞ്ചിങ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കാട്ടിലുള്ള മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ അതിൻ്റെ ആരോഗ്യവും അതിൻ്റെ പരിപാലനം എന്ന് ഞാൻ പറയില്ല, ആരോഗ്യാവസ്ഥയും എന്താണ് അതിൻ്റെ ഇതെന്നുള്ള പ്രശ്നങ്ങൾ എന്നുള്ള പറയുന്നത് തീരുമാനിക്കുന്നതാണ് ഫ്രീ റേഞ്ച് മെഡിസിൻ അഥവാ കൺസർവേഷൻ മെഡിസിൻ എന്ന് പറയും. അപ്പോഴത്തേക്ക് അതൊരു വലിയ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ളൂ, ഒരു 20 വർഷമായിട്ട് വന്നിട്ടുള്ളൂ. 95 ഞാൻ പാസ് ഔട്ടായി, വെറ്ററിനറി കോളേജിൽ നിന്ന് പാസ് ഔട്ടായി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 2 വർഷം എംപ്ലോയ്മെൻറ്റിൽ കോഴിക്കോട് വർക്ക് ചെയ്തു. കാരണം അന്ന് PSC കയറിയില്ല, വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. PSC വഴിയേ നമുക്ക് നിയമനം നടക്കുള്ളൂ. അപ്പോൾ 2 വർഷം ഫോറസ്റ്റ് പോകണമെങ്കിൽ നമുക്ക് PSC വേണം. അതിൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ 2 പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെറ്ററിനറി ഡോക്ടർമാരായിട്ട്. അത് ഒന്ന് അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ മുത്തങ്ങ എന്ന് പറയും, ഒന്ന് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ കോന്നി എന്ന് പറയും. ഈ അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ മുത്തങ്ങ എന്ന് പറയുന്നതും ഈ കോന്നി എന്ന് പറയുന്നതും പഴയ കാലത്ത് തുടങ്ങിയ ഒരു വെറ്ററിനറി പ്രസ്ഥാനമാണ്, ഓക്കെ. ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടെന്നേ ഞാൻ പറയുള്ളൂ. ഇവർ ബ്രിട്ടീഷുകാരുടെ സമയം മുതലുള്ള ഇവർ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ആനകളെ നോക്കുക എന്നുള്ളതാണ്, ഓക്കെ. ആന എന്ന് പറഞ്ഞാൽ അന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ 100 കണക്കിന് ആനയാണ്. മുത്തങ്ങ ക്യാമ്പിലൊക്കെ എത്രയോ ആനകളുണ്ട്, 100 കണക്കിന് ആനയുണ്ട്. 2 പർപ്പസിനുണ്ട് ഈ ആനകൾ. ഒന്ന് തടി പിടിക്കാൻ വേണ്ടിയിട്ടും 2 കാട്ടാനെ പിടിക്കാൻ വേണ്ടിയിട്ടും, ഓക്കെ. കുങ്കി എന്ന് പറയും. ഈ 2 തരം ആനകളുണ്ട്. ഇത് ബ്രീഡ് ചെയ്യുന്നുണ്ട്, അതിന് അസുഖം വരുന്നുണ്ട്. ഇത് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരാണ് ക്യാപ്റ്റീവ് എലഫൻസിനെ ഇൻ ക്യാമ്പ് വിത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഞാൻ പറഞ്ഞില്ല, അത് അന്ന് മുതലേ പഴയ കാലത്ത് മുതലേ ഒരുപാട് സയൻറ്റിസ്റ്റുകളൊക്കെ വെറ്റ്സൊക്കെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രീ ഇൻഡിപെൻഡൻസ് കിട്ടി, അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല 66 ആയപ്പോഴേക്കും നമ്മൾ ആനകളെല്ലാം ഒഴിവാക്കി. അപ്പോഴത്തേക്ക് നമ്മൾ മരം വെട്ട് നിർത്തി, ആനപ്പിടുത്തം നിർത്തി, അങ്ങനത്തെ പരിപാടി. കാരണം വേറെ എല്ലാ ആക്ടിവിറ്റീസ് ഇല്ല, ഇത് ചിലവാണ്, ഗവൺമെൻറ്റിന് ചിലവാണ്. അപ്പം ഗവൺമെൻറ് അത് എല്ലാ ആനകളെയും വിറ്റു, ഇൻക്ലൂഡിങ് ഏറ്റവും നല്ല കുങ്കികളടക്കം വിറ്റു. എംപ്ലോയ്മെൻറ്റ് വെറ്ററിനറി ഡോക്ടറായിട്ട് കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്ത് സാധാരണ പശുവിനെ നോക്കുക, പട്ടിയെ നോക്കുക, ഇതന്നെ പരിപാടി. വെറ്ററിനറി ഡോക്ടർ, വെറ്ററിനറി സർജൻ എന്നാണ് ആ പോസ്റ്റിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് PSC എഴുതി നല്ല റാങ്കോടെ പാസ്സായി. പക്ഷേ അവിടെയും കടമ്പ വന്നു. PSC എഴുതി അവിടെ എനിക്ക് നേരെ ഫോറസ്റ്റ് പോകാനാണ് ആഗ്രഹം. അപ്പം നമ്മൾ ഡെപ്യൂട്ടേഷനിലാണ് നമ്മൾ പോവുക. നമ്മൾ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമാണ് ഈ വെറ്ററിനറി സർജൻ പോസ്റ്റ്. വെറ്ററിനറി സർജൻ ഇന്ന പഞ്ചായത്തിൽ ഇന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട്
അവിടുന്ന് നമ്മൾ ഡെപ്യൂട്ടേഷനിലാണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് പോവുക. അവിടെ വെച്ചപ്പം അത് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു പറ്റില്ല, നിങ്ങളെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഡെപ്യൂട്ടേഷൻ തരില്ല എന്ന് പറഞ്ഞു. ഒരു നിവൃത്തിയില്ല. 2 വർഷം പ്രൊബേഷന് വേണ്ടി വീണ്ടും വെറ്ററിനറി സർജനായിട്ട് ജോലിയെടുത്തു. രസകരമായ സംഭവങ്ങളുണ്ട്. നമ്മൾ അന്നത്തെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുണ്ട് കോഴിക്കോട്. ഞാൻ സാറോട് പറഞ്ഞു ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് പഠിച്ചു വന്നത്, എനിക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു നീ ആ കാര്യം ചെയ്യും, നീ നിൻ്റെ ഇതൊന്ന് പ്രൂവ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പുള്ളി ഒരു ഫാമൊക്കെ എന്നെ ഏൽപ്പിച്ചു. ആ ഫാം നല്ല രീതിയിലാക്കിയാൽ നിന്നെ വിടാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫാം നല്ല രീതിയിലാക്കി. അദ്ദേഹം തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്തു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്തു. ഈ പോസ്റ്റ് എത്രയോ കാലമായിട്ട് വേക്കൻ്റ് എടുത്ത് കിടക്കുക, ആരും വരാനില്ല, കാരണം ഒരു ആക്ടിവിറ്റി ഇല്ല. മാത്രമല്ല ഇത് സാമ്പത്തികമായിട്ടും വലിയ ഇതൊന്നുമില്ല. അന്നൊക്കെ പുറത്ത് പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ട്, നല്ല രീതിയിൽ പണം നമുക്ക് ഉണ്ടാക്കാം. പശുവിനെ നോക്കുകയാണെങ്കിലും പട്ടിയെ നോക്കുകയാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പ്രൈവറ്റ് പ്രാക്ടീസുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് അങ്ങനത്തെ യാതൊരു സ്കോപ്പും ഇതിനില്ല. പക്ഷേ നമ്മൾ കൊടുത്തു, തന്നു. അങ്ങനെ എനിക്ക് ഓർഡറായി. എന്നെ പോസ്റ്റ് ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പോസ്റ്റ് ചെയ്യുന്നത്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതേ സമയത്ത് FEO ഓഫീസിൽ ആരും വർക്ക് ചെയ്യുന്നില്ല, വേറെ ആരും വർക്ക് ചെയ്യുന്നില്ല. ഈ സമയത്ത് വേറൊരു പോസ്റ്റ് കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതായത് പെരിയാർ ടൈഗർ റിസർവിൽ തേക്കടിയിൽ അവിടെ ഒരു പോസ്റ്റ്, പ്രൊജക്ട് ടൈഗർ വന്ന സമയത്ത് അവിടെയും ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ 3 പോസ്റ്റായി. അതും വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്, ആരും വരുന്നില്ല. കാരണം ആർക്കും താല്പര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ട് ഗുണമില്ല, നിങ്ങൾ കുടുംബത്തിൽ നിന്ന് അകന്ന് നിൽക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. കാരണം നിങ്ങൾ കുടുംബം നിൽക്കുന്നത് ഇപ്പോൾ ആ സമയത്ത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, അവർ കുട്ടിയും കോഴിക്കോടാണുള്ളത്. അതേസമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നത് വയനാടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സാക്രിഫൈസ് ഉണ്ട് നമുക്ക്. മാത്രമല്ല ഞാനൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒന്നുമില്ല, ഒരു ഓഫീസില്ല, ഒരു വാഹനമില്ല, സ്റ്റാഫില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഞാനിങ്ങനെ തപ്പിപ്പിടിച്ച് ചെന്ന സമയത്ത് അപ്പോൾ ഞാൻ അന്നത്തെ മറ്റേ വൈൽഡ് ലൈഫ് വാർഡുണ്ട്, അപ്പോൾ അദ്ദേഹത്തിനും ഇതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനിങ്ങനെ അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് ഓർഡറുമായിട്ടാണ് വരുന്നത്, ഒരു അംബാസഡർക്കാരുണ്ട്, അത് ഓടിച്ച് ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വിട്ടുപോയി കേട്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ മുത്തങ്ങ റേഞ്ചിൻ്റെ അവിടെ ചെന്നു. അപ്പോൾ അത് വലിയ ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ റേഞ്ച് ഓഫീസറോട് പറഞ്ഞു. റേഞ്ച് ഓഫീസർ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, നിങ്ങൾ വിട്ടോളാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് വിട്ടു. തപ്പി പിടിച്ച ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞു. അവിടെ ചെന്ന് നോക്കുമ്പോൾ 2-3 പേര് കിടക്കുന്നുണ്ട്. അവിടെ ഒരു പേപ്പർ വിരിച്ച് കിടന്നു. അങ്ങനെയായിരുന്നു തുടക്കം. ആ തുടക്കം എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുള്ളായിട്ടുള്ള തുടക്കം. പിന്നെ എനിക്ക് ജോലിയൊന്നുമില്ല, എന്താണ് എന്നെ അസൈൻ ചെയ്ത ജോലി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് അവിടെ കുറച്ച് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരുണ്ട്, AK ഗോപാലൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ അന്ന് പോച്ചിങ് റാമ്പൻ്റാണ്. റാമ്പൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോച്ചിങ് നടക്കുന്ന സമയമാണ്. പോച്ചിങ് 2 രീതിയിൽ നടക്കാം. ഒന്ന് ഇറച്ചിക്ക് വേണ്ടിയുള്ള പോച്ചിങ്ങും, 2 ആനക്കൊമ്പിന് വേണ്ടിയുള്ള പോച്ചിങ്ങും. അന്ന് ആനക്കൊമ്പിന് വേണ്ടിയുള്ള പോച്ചിങ് വളരെ വ്യാപകമായിട്ട് നടക്കുന്ന സമയമാണ്. ഇത് സെൻട്രൽ മലബാറിൽ നിന്നൊക്കെ ആൾക്കാർ കയറി വരും, പോച്ചേഴ്സ്, അതായത് വെടിവെപ്പുകാർ കയറി വരും. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ചെറിയ കണക്ഷൻസ് ഉണ്ടാവും. ഇവർ കയറും, രാത്രി കയറും, ആനയെ മയക്കടി വെക്കും, കൊമ്പെടുക്കും, പോവും. അപ്പോൾ ഒരു ആ സമയം തന്നെ ഒരു വർഷം തന്നെ 10-15 കേസുകളൊക്കെ അന്ന് ഇത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇല്ല കേട്ടോ, ഇപ്പോൾ തീരെ കുറഞ്ഞു. പല റീസണാണ് പറയുന്നത്. ഒന്ന്, അങ്ങനത്തെ ഒരു സംസ്കാരം തന്നെ ഇല്ലാണ്ടായി. 2, വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. വളരെ ശക്തമെന്ന് ചില ഓഫീസേഴ്സ് വളരെ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എല്ലാ രീതിയിലുള്ള ആക്ഷൻസും ചെയ്ത്, അത് എല്ലാ രീതിയിലും എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ ചെയ്ത ഒരു വലിയ ജനറേഷൻ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഈ ആൾക്കാരായിരുന്നു ഈ AK ഗോപാലൻ എന്നൊക്കെ പറഞ്ഞ പുള്ളി. എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ എന്നോട് ചെറിയ വാത്സല്യമുണ്ട്. അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കാട്ടിൽ നടക്കുക ചെയ്യുക. അന്ന് ജീപ്പൊന്നുമില്ല, നാട്ടിൽ നിന്ന് നടന്ന് പോവുക ചെയ്യുക. അപ്പോൾ രാവിലെ എന്നെ വിളിക്കും. അപ്പോൾ അദ്ദേഹം 2 ഉപ്പുമാവൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. നടക്കുകയാണ് കാട്ടിൽ, നടപ്പ്. വൈകുന്നേരം വരെ നടക്കും, എന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ കാടിനെ അറിയാനുള്ളൊരു സാധ്യത കിട്ടി. മൃഗങ്ങളെ കാണുന്നു, കാടിനെ അറിയുന്നു, കാടെന്താണെന്ന് നമ്മൾ ഫീൽ ചെയ്യണം. അത് ഞാൻ ശരിക്കായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്തു. വേറെ പണിയൊന്നുമില്ല. ഒരു നാർക്കോട്ടിക് ഡ്രഗാണ്. നാർക്കോട്ടിക് ഡ്രഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ വിചാരിക്കുന്ന നാർക്കോട്ടിക്കിനെക്കാട്ടും ഏറ്റവും വലിയ നാർക്കോട്ടിക് ഡ്രഗാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ബാൻഡാണ്, കിട്ടില്ല. അന്ന് അത്രയും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒത്തിരി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഒത്തിരി എഫക്റ്റീവായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പം പിന്നെ അതിനുശേഷം നമുക്ക് ട്രീറ്റ് ചെയ്തതിന് ശേഷം എന്താ നമ്മൾ സ്ട്രാറ്റജി എന്ന് ആലോചിച്ചു. നമുക്ക് കാലൊക്കെ ഒന്ന് കെട്ടിയിട്ടിട്ട്
നമ്മൾ കുങ്കിയാനെ കൊണ്ട് നിർത്തി കുങ്കിയാനയുടെ അടിയിൽ കൂടെ ഞാൻ പോയി ചെയ്യാം എന്നുള്ള തീരുമാനമായി. അങ്ങനെ തീരുമാനം നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ പെർമിഷനൊക്കെ എടുത്തു. ആദ്യമായിട്ട് ചെയ്യാണ്. എനിക്ക് ഇതിനു മുമ്പ് യാതൊരു എക്സ്പീരിയൻസും ഇല്ല, വായിച്ചതല്ലാതെ.